പ്രശാന്ത് സാർ, നമുക്കറിയാം ഒരു വലിയ യുദ്ധത്തിനുള്ള സന്നാഹത്തിലാണ് ഇന്ത്യയും പാകിസ്ഥാനും ഒക്കെ. കറാച്ചിയിൽ 10ഓളം നാവികസേനയുടെ കപ്പലുകളൊക്കെ പാകിസ്ഥാൻ ഇങ്ങനെ അണിനിരത്തി കഴിഞ്ഞു. ഒപ്പം നമ്മുടെ അതിർത്തികളിലൊക്കെ അവര് പ്രകോപനമില്ലാതെ വെടിവയ്പ് നടത്തുന്നുണ്ട്. ഒപ്പം ഒരു യുദ്ധത്തിനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും പാകിസ്ഥാൻ നടത്തുകയാണ്. 24 മണിക്കൂർ, വരാൻ പോകുന്ന 24 മണിക്കൂർ അല്ലെങ്കിൽ 32 മണിക്കൂർ, ഇതിനുള്ളിൽ ഏത് നിമിഷവും ഇന്ത്യയുടെ വലിയൊരു തിരിച്ചടി ഭയന്ന് നിൽക്കുകയാണ് പാകിസ്ഥാൻ. അപ്പോൾ പാകിസ്ഥാനും ഒരു യുദ്ധത്തിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ പാകിസ്ഥാന് ലഭിക്കുന്ന മറ്റ് സപ്പോർട്ടിംഗ് സിസ്റ്റംസ് ഒക്കെ ഉണ്ട്. അപ്പം ഇന്ത്യയുടെ ഒരു പ്രതിരോധ സംവിധാനത്തെ മറികടക്കാൻ പാകിസ്ഥാന് സാധിക്കുമോ? പാകിസ്ഥാൻ യുദ്ധത്തിന് വേണ്ടി തയ്യാറെടുത്ത് നിൽക്കുന്നു എന്ന് പറയുന്നതിനകത്ത് വലിയ തെറ്റുണ്ട്. പാകിസ്ഥാൻ യുദ്ധം ഭയന്ന് നിൽക്കുന്നു എന്നാണ് ഇപ്പൊ മനസ്സിലാവുന്നത്. കാരണം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ സൗദിയിലെ, റഷ്യയിലെ, അല്ലെങ്കിൽ ചൈനയിലെ, ഒപ്പം ഏറ്റവും അവസാനം അമേരിക്കയിലും പോയി അഭയം പ്രാപിച്ചിരിക്കുകയാണ്. പാകിസ്ഥാനിൽ നിന്ന് അതിനകത്ത് ഇടപെട്ട് യുദ്ധം അല്ലെങ്കിൽ ഇന്ത്യ അടിക്കുമെന്ന് പറഞ്ഞതിനകത്ത് അത് അങ്ങനെ വേണ്ട, യുദ്ധം ഇല്ലായ്മയാക്കി അല്ലെങ്കിൽ നിർത്തിത്തരണം, അല്ലെങ്കിൽ ഇന്ത്യയുമായിട്ട് സംസാരിക്കണം എന്നുള്ള രീതിയിലാണ്. ഇപ്പം പാകിസ്ഥാന്റെ 4 ചുറ്റും അല്ലെങ്കിൽ യുദ്ധത്തിന് തയ്യാറായി നിൽക്കുന്ന ഒരവസ്ഥയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ, അല്ലെങ്കിൽ ഇന്ത്യ പാകിസ്ഥാന് തിരിച്ചടി കൊടുക്കുമെന്ന് പറയുമ്പോൾ ഇപ്പം ഏറ്റവും വലിയൊരു പ്രശ്നം പാകിസ്ഥാന് വന്നിരിക്കുന്നത്, പാകിസ്ഥാന് 4 പാടും ശത്രുക്കൾ 4 പാടും പാകിസ്ഥാനെ വളഞ്ഞിരിക്കുന്നു. ഇപ്പം താലിബാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞത്, താലിബാന്റെ ഏതാണ്ട് 54 സൈനികരെ പാകിസ്ഥാൻ വധിച്ചു. പാകിസ്ഥാൻ പറയുന്നത് ഭീകരവാദികളായിരുന്നു, താലിബാൻ പറയുന്നത് അവരുടെ സൈനികരായിരുന്നു. ഏതായാലും താലിബാൻ ഇന്നലെ വടക്കിഴക്കൻ പ്രദേശത്ത്, പാകിസ്ഥാന്റെ വടക്കിഴക്കൻ പ്രദേശത്ത് സൈന്യത്തെ വിന്യസിച്ചിരിക്കുകയാണ്. ഞങ്ങൾ ആക്രമിക്കുമെന്ന് പറയുന്നു. അല്ലെങ്കിൽ അതേ രീതിയിൽ എല്ലാ തയ്യാറെടുപ്പുകളും കൂടി നിൽക്കുകയാണ്. അതുപോലെ തന്നെ ഖൈബർ പത്തുങ്ക മേഖലയിൽ ഈ തെഹരീക്കെ താലിബാൻ, അവർക്കറിയാലോ ആ പ്രവിശ്യ അവരുടേതാണെന്ന് പറഞ്ഞുകൊണ്ട് അതിനകത്ത് താലിബാന്റെ സഹായത്തോടും അല്ലെങ്കിൽ അകത്തും ഭയങ്കര യുദ്ധം കാലങ്ങളായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് ഒരു പരിധി വരെ അവരുടെ കയ്യിൽ തന്നെയാണ്. പാക് പോസ്റ്റുകൾ ഒക്കെ വളരെ നാളത്തെ പല പാക് പോസ്റ്റുകളിലും പട്ടാളക്കാർ പോലും ഇല്ല, അല്ലെങ്കിൽ അത്തരത്തിലാണ് അവിടുത്തെ ഒരു വിഷയം. പിന്നെ ബലൂചിസ്ഥാൻ മേഖലയിൽ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇതിന് അവിടുത്തെ ബലൂചിസ്ഥാൻ മേഖലയിൽ ബലൂചിസ്ഥാൻ വിമോചന പോരാളികൾ വളരെ ശക്തമായിട്ടുണ്ട്. കാരണം അവര് പറയുന്നത്, അവർ ഇന്നലെ ഈ സോഷ്യൽ മീഡിയയിൽ അവരുടെ പ്രചരണം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു വാചകം, ടൈം ഫോർ വെയിറ്റിംഗ് ഈസ് ഓവർ, ടൈം ഫോർ ഫ്രീഡം ഈസ് നൗ എന്ന് പറഞ്ഞാൽ ഈ രീതിയിലുള്ള വാചകം, ഇനിയും വെയിറ്റ് ചെയ്യാൻ സമയമില്ല, നമ്മുടെ സ്വാതന്ത്ര്യത്തിന്റെ ദിനം എത്തിയിരിക്കുന്നു എന്നുള്ള രീതിയിലുള്ള പ്രചരണവുമായിട്ട് അവർ മുന്നോട്ട് പോവുകയാണ്. അപ്പം അതേപോലെ തന്നെ ഖൈബർ പത്തുങ്ക മേഖലയും ഈ ബലൂചിസ്ഥാൻ മേഖലയും പഞ്ചാബ് സിന്ധ് മേഖല, അതുപോലെ പസ്തൂൺ മേഖല, ഈ മേഖലയിലെ എല്ലാം ഈ പ്രോക്സി ഗ്രൂപ്പുകൾ എന്ന് വേണമെങ്കിൽ പറയും പാകിസ്ഥാനകത്തെ, അവരെല്ലാം ഈ പ്രദേശങ്ങളെല്ലാം സ്വതന്ത്രമാക്കുന്നതിന് വേണ്ടി തയ്യാറായി നിൽക്കുന്നു. വളരെ കാലം കൊണ്ട് പാകിസ്ഥാനകത്ത് ആഭ്യന്തര യുദ്ധം നടത്തിക്കൊണ്ടിരിക്കുന്നതുമാണ്. അപ്പം ഇവരെ എല്ലാം കൂട്ടിയോജിപ്പിച്ച് ഒരു എല്ലായിടവും യുദ്ധമുഖങ്ങൾ തുറന്നിരിക്കുകയാണ്. അതായത് ഖൈബർ പത്തുങ്ക മേഖലയിലെ യുദ്ധമുഖം മൂർച്ഛിപ്പിച്ചു, ബലൂചിസ്ഥാൻ മേഖലയിലെ യുദ്ധമുഖം മൂർച്ഛിപ്പിച്ചു, അല്ലെങ്കിൽ പസ്തൂൺ മേഖലയിലെ, അതുപോലെ സിന്ധ് പ്രവിശ്യയിലെ എല്ലാം. അപ്പം പാകിസ്ഥാൻ, അതും താലിബാൻ വെളിയിൽ സൈനിക വിന്യാസവും നടത്തി. ഇന്ത്യ ഏത് സമയം അടിക്കും, ഏത് രീതിയിൽ അടിക്കും, എങ്ങനെ അടിക്കും എന്നുള്ള കാര്യത്തെ പറ്റി അറിയത്തില്ല. ഇന്ത്യൻ സൈന്യം എല്ലാ രീതിയിലും സജ്ജമാണ്. കഴിഞ്ഞ ദിവസം നേവിയും എയർഫോഴ്സും അല്ലെങ്കിൽ നേവിയുടെ ഒക്കെ ഇത് പറയുന്നത്, ഞങ്ങൾക്ക് ചെന്നെത്താൻ പറ്റാത്ത സ്ഥലങ്ങളില്ലെന്ന് പറഞ്ഞുകൊണ്ട് അവര് ഈ പറയുന്ന പോലെ അവരുടെ ഒരു പടവും ഒക്കെ വെച്ചിട്ട് അവരും അങ്ങനെ ഇൻസ്റ്റാഗ്രാം അല്ലെങ്കിൽ അതുപോലുള്ള ഇതിനകത്ത് അവരും പരസ്യം ചെയ്തിട്ടുണ്ട്. അപ്പം പാകിസ്ഥാൻ ഈ പല പോസ്റ്റുകൾ, ഇപ്പം അതിർത്തി മേഖലയിൽ വലിയ യുദ്ധം നടക്കുന്നു എന്ന് പറയുമ്പോൾ ഇന്നലെ വരുന്ന വാർത്തകളൊന്ന്, പാകിസ്ഥാന്റെ പോസ്റ്റുകളിൽ സൈനികരില്ല, പാകിസ്ഥാൻ പോസ്റ്റുകൾ വിട്ട് അല്ലെങ്കിൽ അവിടുത്തെ പതാകകൾ വരെ അഴിച്ചു മാറ്റി സൈനികർ അവിടുന്ന് വിട്ടോടുന്ന, അതിർത്തിയിൽ നിന്ന് സൈനികർ പുറകോട്ട് മാറുന്നു, അല്ലെങ്കിൽ അതിർത്തിയിൽ പാകിസ്ഥാൻ പോസ്റ്റുകൾ സൈനികരില്ല. അതിന്റെ കാരണം എന്താണെന്ന് അറിയത്തില്ല. പാകിസ്ഥാന്റെ ഇനി യുദ്ധം ചെയ്യാനുള്ള ബുദ്ധിപരമായ നീക്കമാണോ, എന്തായാലും പോസ്റ്റുകളിലൊന്നും ഇല്ലെന്നുള്ള റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. അതുപോലെ ഖൈബർ പത്തുങ്ക മേഖലയിൽ നിന്നും ഈ ബലൂചിസ്ഥാൻ മേഖലയിൽ നിന്നും ഉള്ള പട്ടാളത്തെ അവിടെ നിന്ന് പിൻവലിച്ചിരിക്കുകയാണ്. പട്ടാളത്തെ പിൻവലിച്ചിരിക്കുക എന്ന് പറഞ്ഞാൽ ആവശ്യത്തിനുള്ള പട്ടാളമില്ല, പട്ടാള മേധാവികളൊക്കെ നാട് വിട്ടോടി. പ്രധാനപ്പെട്ട മുനീർ എന്ന് പറയുന്ന സൈനികൻ എവിടാണെന്ന് അറിയത്തില്ല. ഈ നേരത്തെ വെള്ളവും അല്ലെങ്കിൽ ചാരയും കൂടെ ചോര ഒഴുകുമെന്നൊക്കെ പറഞ്ഞാൽ അവന്റെ പെൺപിള്ളയും വിളിച്ചോണ്ട് അവൻ ലണ്ടനിൽ പോയി. അപ്പൊ ഒരുവിധപ്പെട്ട ആൾക്കാരൊന്നും ഇപ്പൊ പാകിസ്ഥാനിലില്ല, ആരുണ്ടെന്ന് അറിയത്തില്ല. അല്ല, അദ്ദേഹം ആശുപത്രിയിൽ കയറി നടക്കുക. കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്ത, ഇപ്പം
പാകിസ്ഥാൻ യുദ്ധം ചെയ്യാൻ തയ്യാറായിട്ടൊന്നും നിൽക്കുകയല്ല. പാകിസ്ഥാൻ ഈ പറയുന്നത് പോലെ യുദ്ധം ഭയന്ന് വിറച്ച് നിൽക്കുകയാണ്. അപ്പം അവിടെ ഈ അവരുടെ തലസ്ഥാന നഗരിയിലും അല്ലെങ്കിൽ മറ്റു പലയിടത്തും ഒക്കെ പാകിസ്ഥാൻ പട്ടാളത്തിന്റെ തയ്യാറെടുപ്പുകളൊക്കെ നടക്കുന്നുണ്ട്. ഇപ്പൊ ഏത് രാജ്യമായാലും അതിൻ്റെതായ ഒരു തയ്യാറെടുപ്പും അല്ലെങ്കിൽ ഉള്ളതിനെ വെച്ച് ഒരു ചെറിയൊരു കളിയൊക്കെ കളിക്കാൻ വേണ്ടി അല്ലെങ്കിൽ ഒരു പരേഡും ഒക്കെ നടത്തി നിൽക്കുകയാണ്. അപ്പം ഇന്ത്യയുടെ കൂടെ ഈ പറയുന്ന താലിബാൻ കഴിഞ്ഞ ദിവസം താലിബാന്റെ അകത്ത് കയറി, താലിബാന്റെ അകത്തല്ല, താലിബാനിൽ പോയി ഇന്ത്യയിൽ നിന്നുള്ള പ്രതിനിധി ചർച്ച ചെയ്തപ്പോൾ തന്നെ, അല്ലെങ്കിൽ അത്തരത്തിൽ ഈ ഒരു സൈനിക വിന്യാസം ലോകം പ്രതീക്ഷിച്ചതാണ്. അതിന് വേറെ ചില സംസാരത്തിനാണ് പോയത്. ഇന്ത്യയുടെ വിദേശകാര്യ ഭാഗത്തു നിന്ന് അല്ലെങ്കിൽ അത്തരത്തിലൊരു ദൂതൻ പോയത് വേറെ കാര്യത്തിനാണെന്ന് പറയുമ്പോൾ അവർക്കറിയാം താലിബാനുമായിട്ടുള്ള ഈ സംസാരം. പിന്നെ താലിബാനുമായിട്ട് പഴയതുപോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കേണ്ട, താലിബാനുമായിട്ട് സൗഹൃദവുമായിട്ട് മുന്നോട്ട് പോകാം. കാരണം താലിബാൻ എന്ന് പറയുന്ന രാജ്യം പാകിസ്ഥാൻ ഇന്ത്യയെക്കാട്ടി കൂടുതൽ ശത്രുതയിൽ നിൽക്കുന്ന രാജ്യം. അപ്പൊ ഇന്ത്യയെ സഹായിക്കുന്നതിന് വേണ്ടി അവർ പറഞ്ഞാൽ POK പിടിക്കുന്നതിന് വേണ്ടി ഞങ്ങൾ സഹായിക്കാം, നിങ്ങൾ ഈ ഖൈബർ പത്തുങ്ക മേഖലയിൽ വേണ്ട സഹായം ഞങ്ങൾക്ക് ചെയ്താൽ മതിയെന്ന് നേരത്തെ പരസ്യമായിട്ട് നമ്മുടെ അടുത്ത് പറഞ്ഞതാണ്. അപ്പൊ അതിനകത്ത് നമ്മൾ പരസ്യമായിട്ടൊരു അല്ലെങ്കിൽ പരസ്യമായിട്ട് അതിന് സമ്മതം കൊടുക്കുകയും അതിന് കൃത്യമായിട്ട് അഭിപ്രായം പറയുകയും ചെയ്തിട്ട് രഹസ്യമായിട്ട് എന്തൊക്കെ ചെയ്ത് കാണിക്കും, അല്ലെങ്കിൽ നയതന്ത്രം എന്തൊക്കെ ബാക്ക് ടോക്ക് എന്തൊക്കെ നടന്നിട്ടുണ്ടെന്നുള്ളതിനെ പറ്റി അറിയത്തില്ല. ഏതായാലും താലിബാൻ സൈന്യം ഇപ്പം യുദ്ധം ചെയ്യാൻ സജ്ജമാണ്. ബലൂചിസ്ഥാൻ മേഖല, ഖൈബർ പത്തുങ്കാല മേഖല, അതുപോലെ സിന്ധ് മേഖല, ഇതിനകത്തെല്ലാം യുദ്ധത്തിന് വേണ്ടി തയ്യാറാവുന്നത്. ഇന്ത്യ അടിച്ചാൽ ഉടനെ തന്നെ ബലൂചിസ്ഥാൻ, ഖൈബർ പത്തുങ്ക മേഖലയിലും അല്ലെങ്കിൽ ഈ പഞ്ചാബ് സിന്ധ് മേഖലയിലുമൊക്കെ സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കുന്നതിന് വേണ്ടി നിൽക്കുന്ന ഒരവസ്ഥയാണ്. അതുകൊണ്ട് തന്നെയാണ് പാകിസ്ഥാൻ പറയുന്നത് യാതൊരു കാരണവശാലും യുദ്ധം പാടില്ല. 71-ൽ സംഭവിച്ചതുപോലെ പാകിസ്ഥാൻ പിളർത്താൻ സാധ്യതയുണ്ട്. വളരെ കൃത്യമായിട്ട് പാകിസ്ഥാൻ പിളർന്നു പോകും എന്നവർക്കറിയാം. അന്ന് വളരെ അല്ലെങ്കിൽ ഇത്തരത്തിലൊരു ബംഗ്ലാദേശ് ഉണ്ടായതുപോലെ ആയിരിക്കത്തില്ല. ഇപ്പൊ പാകിസ്ഥാൻ ഒരു 3-ഓ 4-ഓ ആയിട്ട് പിളരാൻ സാധ്യതയുണ്ട്. അത് ആ ഒരു കാര്യം മുന്നിൽ കണ്ടുള്ള നീക്കങ്ങൾ ഇന്ത്യ നടത്തുന്നു. അല്ലെങ്കിൽ അതിന് ഇന്ത്യ അടിക്കും, അല്ലെങ്കിൽ ഇന്ത്യ കയറി യുദ്ധം ഒരു സ്ട്രൈക്ക് നടത്തും. ആ സമയത്ത് അത് പ്രദേശങ്ങൾ സ്വതന്ത്രമാക്കുന്നതിന് വേണ്ടി തയ്യാറായിക്കൊള്ളാൻ അതിനകത്ത് നിൽക്കുന്ന സ്വാതന്ത്ര്യ സമര പോരാളികൾ, ബലൂചിസ്ഥാൻ സ്വാതന്ത്ര്യ സമര പോരാളികളും, അല്ല ഖൈബർ പത്തുങ്കയിൽ താലിബാന്റെ തെഹരീകെ താലിബാനും ഈ സിന്ധ് മേഖലയിലെ സ്വാതന്ത്ര്യ പ്രോക്സി ഗ്രൂപ്പുകളും ഒക്കെ അവർക്ക് സ്വതന്ത്രമായിട്ടൊരു പ്രവിശ്യ വേണം, അല്ലെങ്കിൽ അത്തരത്തിലുള്ള രാജ്യം വേണമെന്ന് വിചാരിക്കുന്നവർ അതിന് തയ്യാറായിക്കൊള്ളാനും അല്ലെങ്കിൽ അവരതിന് തയ്യാറായി നിൽക്കുന്നതുമായിട്ടുള്ള ഒരു അവസ്ഥയുണ്ട്. ആ പാകിസ്ഥാന് പിടിച്ചു നിൽക്കാൻ പറ്റാത്തൊരവസ്ഥ. കാരണം പട്ടാളക്കാർ പിരിഞ്ഞു പോകുന്നു, പട്ടാള മേധാവികൾ സ്ഥലത്തില്ല, സൈന്യ മേധാവി എവിടാണെന്ന് അറിയത്തില്ല, കൃത്യമായ ഒരു ഡയറക്ഷൻ കൊടുക്കുന്നതിന് ആളുകളില്ല, വെടിക്കോപ്പുകളില്ല, അല്ലെങ്കിൽ വിമാനങ്ങളില്ല, വേണ്ട രീതിയിലുള്ള നാവിക സംവിധാനം ഒന്നുമില്ല. അപ്പം എല്ലാ രീതിയിലും പാകിസ്ഥാന് പരാജയം മുന്നിൽ കണ്ടു നിൽക്കുകയാണ്. പരാജയം അവർക്ക് ഉറപ്പാണ്. നേരത്തെ നമ്മുടെ അടുത്ത് യുദ്ധം ചെയ്തിട്ട് അവർ ജയിച്ചിട്ട് പരാജയം ഉറപ്പിച്ച് തന്നെയാണ് യുദ്ധം ചെയ്തത്. അവരുടെ യുദ്ധത്തിന് വേറെ ചില ഉദ്ദേശങ്ങളാണ്. കാരണം യുദ്ധം ചെയ്താൽ മാത്രം ഭക്ഷണം കഴിക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയുണ്ട്. യുദ്ധം ചെയ്യാമെങ്കിൽ ഞങ്ങൾ വല്ലതും തരാം. അപ്പോൾ യുദ്ധം ചെയ്താൽ അവർക്ക് എന്തെങ്കിലും കിട്ടും. പക്ഷെ ഇപ്പോഴത്തെ യുദ്ധത്തിന്റെ അവസ്ഥ പഴയതുപോലെ അല്ല. എന്തൊക്കെ സംഭവിക്കുമെന്ന് പറയാൻ പറ്റത്തില്ല. യുദ്ധത്തിനകത്ത് ആർക്കൊക്കെ ജീവഹാനി സംഭവിക്കുമെന്നും അവർക്ക് ഉറപ്പില്ല. കാരണം സൈനിക മേധാവികൾക്കോ പ്രധാനപ്പെട്ട കക്ഷികൾ ഇപ്പൊ തന്നെ ഈ അൽ-ഖ്വയ്ദ തലവന്മാരുടെ അല്ലെങ്കിൽ മറ്റ് പല തലവന്മാരുടെയും വീടുകൾക്കൊക്കെ വളരെ കൂടുതലായിട്ട് ഉള്ള പോലീസിനെയും പട്ടാളത്തെയും വെച്ച് അവർ പ്രൊട്ടക്ഷൻ കൂട്ടിയിട്ടുണ്ട്. കാരണം അവർക്കറിയാം ഈ POK മേഖലയിലും ഒക്കെ അവരുദ്ദേശിക്കുന്ന POK മേഖലയിലാണ് ഏറ്റവും കൂടുതൽ ഈ ഭീകരരെ വാർത്തെടുക്കുന്നതിന് വേണ്ടി പാകിസ്ഥാൻ ഉപയോഗിക്കുന്നത്. അല്ലെങ്കിൽ അവിടാണ് അതിന്റെ ഈ ട്രെയിനിങ് എന്ന് പറയുന്ന, അല്ലെങ്കിൽ റിക്രൂട്ട്മെന്റ് ട്രെയിനിങ്, അല്ലെങ്കിൽ നമ്മൾ പറയത്തില്ലേ വലിയ വലിയ കോളേജ് ഉള്ള യൂണിവേഴ്സിറ്റികളും ഒക്കെ പോലെ അതുപോലുള്ള ഒരു മേഖല. അപ്പം അവിടെ അടിക്കാൻ സാധ്യതയുണ്ട്. അതുപോലെ ഇതിനകത്ത് നേതൃത്വം കൊടുത്ത ഈ ഭീകരന്മാരുടെ തലവന്മാരുടെ വീടുകൾ അല്ലെങ്കിൽ അവരെ ടാർഗറ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. ഒരുപക്ഷെ ഇതിന്റെ എല്ലാം പിറകിൽ നിന്നത് അവിടുത്തെ രാഷ്ട്രീയ പാർട്ടിയോ അല്ലെ പ്രധാനമന്ത്രിയോ ഉത്തരവാദിത്തപ്പെട്ടവരോ ഒക്കെ ആകുന്നതിന് മുമ്പ് തന്നെ ഈ ഒരു ഓപ്പറേഷൻ ഏറ്റവും കൂടുതൽ പിറകിൽ നിന്നത് മുനീർ തന്നെയാണ്. മുനീറിന്റെ പരസ്യമായിട്ടുള്ള പ്രസ്താവനയ്ക്കും വെല്ലുവിളികൾക്കും 2 ദിവസം ശേഷമാണ് ഇത് നടന്നിട്ടുള്ളത്. കാരണം എപ്പോ വേണേലും നടക്കാൻ പ്രാപ്തമാകുന്ന രീതിയിൽ നമ്മളിപ്പോ പരിശോധിച്ചപ്പോൾ ഇവർ വളരെ കാലമായിട്ട് ഇന്ത്യയിലുണ്ട്, അവരുമായിട്ട് കമ്മ്യൂണിക്കേഷൻ ഉണ്ട്. അപ്പം ഈ ഒരു സമയം അമേരിക്കയിൽ നിന്നും ഇവിടെ ഒരു വൈസ് പ്രസിഡന്റ് ഉള്ള സമയം, അല്ലെങ്കിൽ ഇവിടെ നിന്ന് വളരെ വലിയൊരു കരാർ ഒപ്പിടുന്നതിനും അല്ലെങ്കിൽ 2 രാജ്യങ്ങളും തമ്മിൽ സൗദി അറേബ്യ പോലുള്ള രാജ്യത്തേക്ക് പ്രധാനമന്ത്രി പോകുന്നതുമായിട്ടുള്ള ഒരു സമയം ഒക്കെ തിരഞ്ഞെടുത്തത് ഇന്ത്യക്ക് ക്ഷീണമുണ്ടാക്കുന്നതിന് വേണ്ടിയാണ്.
പക്ഷെ ഇത് ഇത്രയും വലിയൊരു പ്രശ്നത്തിലേക്ക് പോകുമെന്നും തിരിച്ചടിയിലേക്ക് ഇന്ത്യ തീരുമാനമെടുക്കുമെന്നും ഒക്കെ പാകിസ്ഥാൻ അറിയത്തില്ല. ഏതായാലും ചുറ്റും ഈ പറയുന്ന ശത്രുക്കൾ വളഞ്ഞു നിൽക്കുന്ന പാകിസ്ഥാനെയാണ് നമ്മൾക്ക് കാണുവാൻ സാധിക്കുന്നത്. പിന്നെ എല്ലാ വാർത്തകളും ഒന്നും വെളിയിൽ വരുന്നില്ല. പാകിസ്ഥാനകത്തോട്ട് ഇന്ത്യൻ സൈനികർ അതിർത്തി വെടിവെപ്പ് തുടരുന്നു, പ്രകോപനം തുടരുന്നു നമ്മുടെ മാധ്യമങ്ങൾ പറയുമ്പോൾ നമ്മൾ വളരെ കൂടുതലായിട്ട് ചില ഭാഗങ്ങളിലൊക്കെ കയറിയിട്ടുണ്ട്. ചില ഭാഗങ്ങൾ പാകിസ്ഥാൻ്റെത് നമ്മുടേതായിട്ട് മാറിയിട്ടുണ്ട്. അല്ലെങ്കിൽ ബോർഡറിൽ വലിയ കൂടിയ ഭാഗങ്ങളല്ല, ചില ചിക്കൻ നെക്ക് എന്ന് പറഞ്ഞാൽ രണ്ട് ഇടത്തുണ്ട്. ഈ നമ്മൾ ഉദ്ദേശിക്കുന്ന ബംഗ്ലാദേശിന്റെ ഭാഗത്തുള്ള ചിക്കൻ നെക്ക് അല്ല, വേറെ ഒരു സ്ഥലമുണ്ട് ചിക്കൻ നെക്ക് പോലൊരു സ്ഥലം. ആ സ്ഥലം നമ്മളുടെ കയ്യിലാണെന്ന് പറയുന്നത് വ്യക്തതയില്ല. അതുകൊണ്ട് തന്നെ പാകിസ്ഥാൻ അതിന്റെ നിലനിൽപ്പിന് വേണ്ടിയാണ് ഇത്. അതിർത്തിയിൽ പോലും പാകിസ്ഥാൻ പട്ടാളം ഓടിയൊളിക്കുന്ന ഒരവസ്ഥ. താലിബാന്റെ അറ്റാക്ക് ഇന്ത്യ എപ്പോ തുടങ്ങുന്നു അതിനനുസരിച്ച് താലിബാനും ബലൂചിസ്ഥാനും ഈ അതിനകത്തെ പോരാളികളുമെല്ലാം ആ ഒരു സമയം വെച്ചിട്ട്, കാരണം ബലൂചിസ്ഥാൻ മേഖലയിൽ നിന്നും ഖൈബർ പത്തൻഗ മേഖലയിൽ നിന്നും വളരെ നിവർത്തികെട്ട് അവിടെ നിന്നിരിക്കുന്ന പട്ടാളത്തെയൊക്കെ പിൻവലിച്ചിട്ട് ബോർഡറിലേക്കും മറ്റ് ആവശ്യമായ സ്ഥലങ്ങളിലേക്കും പാകിസ്ഥാൻ കൊണ്ടുവരുന്നതായിട്ട് റിപ്പോർട്ട് വന്നിട്ടുണ്ട്. കാരണം അവിടെ ഉള്ള പട്ടാളക്കാരെ അവിടെ നിർത്തിയിരുന്നാൽ വേറെ പല ആവശ്യങ്ങൾക്കും അല്ലെങ്കിൽ പ്രതിരോധ സംവിധാനത്തിനകത്തും ഒക്കെ പട്ടാളക്കാർ കുറവ് വരുന്നു. അതുകൊണ്ട് വേറെ ചില തന്ത്രപ്രധാനമായ പ്രദേശങ്ങളിലേക്ക് പട്ടാളക്കാരെ അവിടുത്തെ പല യൂണിറ്റുകളെയും പിൻവലിക്കുന്നു. അതോടുകൂടി ബലൂചിസ്ഥാനും ഖൈബർ പത്തൻഗ മേഖലയും പഞ്ചാബ് സിന്ധു മേഖലയും ഈ പഷ്കൂൺ മേഖലയും ഒക്കെ അവിടുത്തെ പോരാളികൾക്ക് അവിടെ പോരാടുന്നതിനും പിടിച്ചെടുക്കുന്നതിനും സാധ്യമാവും. പാകിസ്ഥാൻ എത്രയായിട്ട് പിളരും ഒരു യുദ്ധം ഇന്ത്യ സജീവമായിട്ട് നടത്തിയാൽ എന്ന് പാകിസ്ഥാൻ പോലും ഭയക്കുന്നത് കൊണ്ടാണ് യുദ്ധം വേണ്ട, നിർത്തിത്തരണമെന്ന് പറഞ്ഞ് പാകിസ്ഥാൻ കരഞ്ഞു കൂവുന്നത് എന്നാണ് നമുക്കിപ്പോൾ മനസ്സിലാവുന്നത്. എന്തായാലും പ്രശാന്ത് സാർ പറഞ്ഞതുപോലെ ഒരു വശത്ത് താലിബാനും മറുവശത്ത് ഇന്ത്യയും പാകിസ്ഥാനെ വളഞ്ഞിട്ട് ആക്രമിക്കാൻ റെഡിയായി നിൽക്കുകയാണ്. ഈ രീതിയിൽ നിൽക്കുമ്പോഴാണ് പാകിസ്ഥാൻ യുദ്ധം വേണ്ട എന്ന് പറയുന്നത്. അപ്പോഴും ഇന്ത്യക്കെതിരെ പ്രകോപനമുണ്ടാക്കാനുള്ള ശ്രമങ്ങളും തുടരുന്നുണ്ട്. എന്തായാലും വ്യക്തമാണ്. താങ്ക് യു പ്രശാന്ത് സാർ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.